ഹലോ സോ ലാപ്പത്ത ലേഡീസ് ആൻഡ് ഹീരാമണ്ടി രണ്ടും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ലാപ്പത്ത ലേഡീസ് ഒരു മൂവിയാണ്, ഹീരാമണ്ടി ഒരു സീരീസാണ്. ഫസ്റ്റ് തിങ് ലാപ്പത്ത ലേഡീസിനെ പറ്റി പറയാം. ലാപ്പത്ത ലേഡീസ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. മസ്റ്റ് വാച്ച് മൂവി. കാരണം ഈ മൂവി ഒരു കോമഡി ഡ്രാമ ജോണറിൽ പെടുന്നതാണ്. പക്ഷേ ഇതിലൊരു മോറൽ മെസ്സേജ്, ഗേൾസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡൗറി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് അങ്ങനെ ഒരു റൂട്ട് പിടിക്കുന്ന മൂവിയും കൂടെ. അങ്ങനെ ഒരു മോറൽ മെസ്സേജ് ഈ വിഷയങ്ങളെ പറ്റി ഒരു കോൺഷ്യസ്നെസ് തരുന്ന ഒരു മൂവിയാണിത്. പക്ഷെ നമ്മൾ ഈ ടിപ്പിക്കൽ ഇങ്ങനത്തെ മൂവീസൊക്കെ കാണുന്ന പോലെ ഭയങ്കര സ്പീച്ചോ അല്ലെങ്കിൽ വലിയ ഡയലോഗ്സ് ഒന്നും പറഞ്ഞ് ലാഗ് അടിപ്പിച്ച് ക്രിഞ്ച് അടിപ്പിക്കില്ലേ ഈ പടം. അവരുടെ ഓരോ ആക്ഷൻസ്, സിനിമയിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ കണ്ട് നമ്മൾ വേണം മനസ്സിലാക്കാൻ. സോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൺ നെക്സ്റ്റ്. സോ നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു ഉൾവിളി അല്ലെങ്കിൽ ഒരു വെളിപാട് തരുന്ന ഒരു മൂവിയാണ് ലാപ്പത്ത ലേഡീസ്. കാരണം ഇതിൽ ഓരോ ക്യാരക്ടേഴ്സും ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തിരിക്കുന്ന ഹൈലൈറ്റ്സ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ആ ഒരു നേച്ചറൊക്കെ പക്ക നാച്ചുറൽ ആൻഡ് ഈ സിനിമയിൽ കാണിക്കുന്ന പല കാര്യങ്ങളും നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നല്ല വ്യക്തമായിട്ട് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു മെയിൻ എലമെൻ്റാണ് ഇതിനകത്ത് സെറ്റിങ്ങും പിന്നെ ഇവരുടെ കോസ്റ്റ്യൂമ്. ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ സിനിമാറ്റോഗ്രാഫി. കാരണം സെറ്റിംഗ് ഒക്കെ പക്ക ഒരു വില്ലേജാണ്. വില്ലേജിൽ വരുമ്പോഴത്തേക്കും ലൈക്ക് നമുക്കറിയാം അവിടുത്തെ ആ ഒരു ട്രെയിനിൻ്റെ ഫെസിലിറ്റീസ്, ബസ്സിൻ്റെ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് എല്ലാം. പിന്നെ അവരുടെ ആ ഒരു ഓവറോൾ വീടുകളൊക്കെ എങ്ങനെയാണ്, അവിടെ ആൾക്കാർ മാർക്കറ്റുകളൊക്കെ എങ്ങനെയാണ്, ടെമ്പിൾസ് എങ്ങനെയാണ്, ഇതൊക്കെ ഈ സിനിമയിൽ നല്ല പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കോസ്റ്റ്യൂംസ് ആണെങ്കിൽ പോലും. പിന്നെ സിനിമാറ്റോഗ്രാഫി ഞാൻ പറഞ്ഞു. അപ്പം ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടർ ദീപക് എന്ന് പറഞ്ഞ ക്യാരക്ടർ സ്പർശ് എന്ന് പറഞ്ഞ ഒരു ആക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദീപകിൻ്റെ ക്യാരക്ടർ ഓൾ ഹി ഹാസ് ടു ഡു ഇസ് പാനിക് ആവുക, സങ്കടപ്പെടുക, നഷ്ടപ്പെട്ട പോലെ ഇരിക്കുക. ഇതൊക്കെയാണ് പുള്ളിയുടെ മെയിൻ എക്സ്പ്രഷൻസ് വരുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. ലാസ്റ്റ് വരുന്ന ഭാഗത്തൊക്കെയാണ് കുറച്ച് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു തിരിച്ചു കിട്ടിയ ഒരു ഇത് വരുന്നത്, ഒരു ഇമോഷൻസിന് ഒരു ഷിഫ്റ്റ് വരുന്ന അപ്പോഴാണ്. അപ്പം പുള്ളി പാനിക് ആവുന്ന സമയത്തെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ആ സിനിമാറ്റോഗ്രാഫി നല്ല രീതിയിൽ ആ ഇമോഷൻസിനെ കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ക്യാമറ ആംഗിളും ഇതെല്ലാം ആ ഒരു ഷേക്കി എഫക്റ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോറി എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ പ്ലോട്ട് ലൈനാണ്. ഭയങ്കര രസമാണ് ഇതിൻ്റെ സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കാൻ. സത്യം പറഞ്ഞാൽ ദീപക് എന്ന് പറഞ്ഞ ക്യാരക്ടർ കല്യാണം കഴിക്കുന്നു. പെണ്ണുവീട്ടിൽ നിന്ന് കല്യാണം, പെണ്ണുവീട്ടിൽ നിന്ന് പുള്ളിയുടെ വീട്ടിലോട്ട് ട്രെയിൻ കയറി പോവാം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ട്രെയിൻ കയറിയപ്പം ആ ട്രെയിനിൽ ഇവരെ പോലെ കല്യാണം കഴിച്ച് വന്ന കുറേ ചെറുക്കനും പെണ്ണും എല്ലാവരും ഉണ്ട്. ഈ പെണ്ണുങ്ങൾ ആക്ച്വലി തലയിലിടുന്ന ദുപ്പട്ട ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടിരിക്കുക, മുഖം കാണത്തില്ല. അതുപോലെ തന്നെ പുറത്തുനിന്ന് ആർക്കും മുഖവും കാണാൻ പറ്റില്ല. അവർക്കാണെങ്കിലും ഷൂസ് മാത്രം കാണാനില്ല, നമ്മളിടുന്ന ചെരുപ്പ് മാത്രം കാണാവുന്ന രീതി മാത്രം കാണത്തുള്ളൂ. കട്ടിയുള്ളൊരു ദുപ്പട്ടയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇവരെന്നിട്ട് ട്രെയിൻ ഇറങ്ങി ഈ പുള്ളിയുടെ വീട്ടിൽ ചെന്ന് അവർ വെയിൽ അല്ലെങ്കിൽ അവർ ആ ദുപ്പട്ട എടുത്ത് മാറ്റുമ്പോഴാണ് മനസ്സിലാകുന്നത് പുള്ളിയുടെ പെണ്ണിന് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വധുവും മാറിപ്പോയെന്ന്. അപ്പം അതാണ് സിറ്റുവേഷൻ. വധുവ് മാറിപ്പോകുന്നു, പുള്ളിയുടെ ശരിക്കുമുള്ള ഭാര്യ വേറെ ഏതോ സ്റ്റേഷനിൽ ഇറങ്ങുന്നു, നഷ്ടപ്പെടുന്നു. ഇതാണ് സ്റ്റോറി. അപ്പം ഇതിൽ നിന്നുകൊണ്ടാകുന്ന കുറേ കാര്യങ്ങൾ, ഇതിൽ പൊളിറ്റിക്സ് ഉണ്ട്, ഇതിൽ എഡ്യൂക്കേഷനെ പറ്റിയുണ്ട്, ഇതിൽ ഡൊമസ്റ്റിക് വയലൻസിനെ പറ്റിയുണ്ട്, പിന്നെ ഡൗറി, അങ്ങനെ കുറേ, പിന്നെ വുമൺ എംപവർമെൻറ്റ്, ഫെമിനിസം എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. സോ കിരൺ റാവു ഡയറക്റ്റ് ചെയ്ത ലാപ്പത്ത ലേഡീസ്, അമീർ ഖാൻ്റെ പ്രൊഡക്ഷൻ, ജിയോ സ്റ്റുഡിയോസും ഉണ്ട് പ്രൊഡക്ഷനിൽ. അപ്പം പക്ക ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ളൊരു മൂവിയാണ് ലാപ്പത്ത ലേഡീസ്. സോ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. എല്ലാവരും ലാപ്പത്ത ലേഡീസ് നെറ്റ്ഫ്ലിക്സിൽ പോയി കാണണം. സോ നമ്മുടെ നെക്സ്റ്റ് സീരീസ് ഹീരാമണ്ടി ക്രിയേഷൻ, ഓവറോൾ ക്രിയേഷൻ, ഡയറക്ഷൻ, എഡിറ്റിങ്, മ്യൂസിക്, ഇത്രയും സഞ്ജയ് ലീല ബൻസാലിയാണ്. പ്രൊഡക്ഷൻ ബൻസാലി പ്രൊഡക്ഷൻ, പുള്ളിയുടെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് 200 കോടിയാണ്. ഞാനിത് എടുത്ത് പറയാൻ കാര്യം, ഈ സീരീസിൽ 8 എപ്പിസോഡുണ്ട്. ഈ 8 എപ്പിസോഡും ഡിഫറെൻറ്റ് സെറ്റ്, ഡിഫറെൻറ്റ് ജ്വല്ലറി, ഡിഫറെൻറ്റ് കോസ്റ്റ്യൂംസ്, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഓവറോൾ ലുക്കാണ് ഈ സീരീസിനുള്ളത്. എനിക്ക് മെയിൻലി ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ സെറ്റിങ്ങും കോസ്റ്റ്യൂമും അതുപോലെ തന്നെ മ്യൂസിക്കുമാണ്.
അപ്പം ഹീരാമണ്ടി ആക്ച്വലി ഇൻഡിപെൻഡൻസിന് മുമ്പ് ഇന്ത്യ എന്നുള്ളൊരു ഭാഗത്തായിരുന്നു. ഇപ്പോൾ അത് പാകിസ്ഥാനിലാണ്. ഒറിജിനൽ ശരിക്കും ഈ പ്ലേസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സീരീസ് ആക്ച്വലി ഫിക്ഷണൽ സ്റ്റോറിയാണ്. ഇത് നടന്ന സംഭവം അല്ലെങ്കിൽ ഹിസ്റ്ററിയോ ഒന്നുമല്ല, അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത്. ഈ സീരീസിൽ ഹീരാമണ്ടി എന്ന സ്ഥലം ഇതിൽ കാണിക്കുന്നത്, ഇനി ഒറിജിനലി എനിക്കാണോന്ന് അറിയത്തില്ല, പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ തവായഫ് ഡാൻസേഴ്സിൻ്റെ ഒരു ഹബ്ബായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സോ യു ക്യാൻ ഇമാജിൻ അവരിൽ അതുപോലെ വെൽത്ത് ഉണ്ട്, അതുപോലെ പണം, അതുപോലെ കയ്യിൽ അമൂല്യമായ വസ്തുക്കൾ കുറേ ഉള്ള ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. സോ അത് കാണിക്കാനായിരിക്കും മെയിൻലി 200 കോടിയൊക്കെ മുടക്കി അത്രയും വലിയ സെറ്റിങ്ങും അത്രയും വലിയ കോസ്റ്റ്യൂംസും ജ്വല്ലറീസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. സോ ഭയങ്കര റിച്ചാണ്. ഫ്രം ദ ഫസ്റ്റ് എപ്പിസോഡ് ടിൽ ദ ലാസ്റ്റ് എപ്പിസോഡ് ഭയങ്കര റിച്ച് ആയിട്ടുള്ള സെറ്റിങ്ങും ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ മ്യൂസിക് ഇതിൽ ശ്രേയാ ഘോഷാലിൻ്റെ ഒരു പാട്ടുണ്ട്, എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനകത്ത് കുറേ നല്ല നല്ല സോങ്സ് ഒക്കെ ഉണ്ട്. സോ ഇതിൻ്റെ കാസ്റ്റ് മെയിൻലി 6 ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണുള്ളത്. അത് ചെയ്തിരിക്കുന്നത് മനീഷ കൊയ്രാല, സോനാക്ഷി സിൻഹ, അദിതി റാവു ഹൈദരി, റിച്ച ചന്ദ, സജേദ ഷേഖ്, ഷാർമിൻ സേഗൽ മെഹ്ത്ത. സോ ഈ സീരീസിൽ മെയിൻ ലീഡിങ് ക്യാരക്ടർ ആലം സേബ്, അതായത് മനീഷ കൊയ്രാലയുടെ ക്യാരക്ടർ മല്ലിക ജാൻ്റെ ഇളയ പുത്രി ആലം സേബ് ആണ് മെയിൻ ക്യാരക്ടർ എന്നാണ് ഈ സീരീസിൽ കണ്ടപ്പോൾ എനിക്ക് ഓവറോൾ മനസ്സിലായത്. പിന്നെ 6 പേർക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസും ഉണ്ട്. പിന്നെ ഇതിലൊരു മെയിൽ ക്യാരക്ടറും ഉണ്ട്, ആലം സേബിൻ്റെ ലവർ. അപ്പോൾ ഇത്രയാണ് കാസ്റ്റിംഗ് വരുന്നത്. എന്നിട്ട് ആലം സേബിൻ്റെ ക്യാരക്ടർ ഷാർമിൻ സേഗൽ മെഹ്ത്ത ചെയ്ത ക്യാരക്ടർ, ഐ ഡോണ്ട് നോ വൈ സഞ്ജയ് ലീല ബൻസാലി എന്തിനാണ് പുള്ളിക്കാരിയെ ആ റോൾ ഏൽപ്പിച്ചത്. ഞാൻ അങ്ങനെ ചിന്തിച്ചു. പിന്നെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പം മനസ്സിലായി സഞ്ജയ് ലീല ബൻസാലിയുടെ നീസാണ് ഷാർമിൻ. സോ ദാറ്റ്സ് വൈ ലീഡിങ് റോള് കൊടുത്തത്. പക്ഷേ പുള്ളി കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു അത്. കാരണം സഞ്ജയ് ലീല ബൻസാലിയുടെ ഏത് സിനിമയോ എന്തെടുത്ത് നോക്കിയാലും അതിലെ ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. ആ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇമ്പാക്റ്റാണ് തരുന്നത്. ഈ ഗംഗുബായി ഒക്കെ ആക്ച്വലി ആലിയ ഭട്ട് വാസ് എ വെരി നൈസ് ചോയ്സ്. അപ്പം അതിൻ്റെതായ ഇമ്പാക്റ്റും അതിൻ്റെതായ എന്താ പറയുക ഔട്ട്പുട്ടും പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ആലം സേബിൻ്റെ ക്യാരക്ടർ ചെയ്ത് ഈ ഷാർമിൻ ആക്ച്വലി പുള്ളിക്കാരത്തിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ദേഷ്യം വന്നാലും ഒറ്റ എക്സ്പ്രഷനായി ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കും. ആൻഡ് എനിക്ക് തോന്നുന്നു എന്താണോ പുള്ളിക്കാരിയുടെ ക്യാരക്ടറിൻ്റെ ബ്യൂട്ടി കാണിക്കാനാണോ ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് കാറ്റടിക്കുന്നു, പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നു. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട 2 പേര് മനീഷ കൊയ്രാലയുടെ മല്ലിക ജാനും പിന്നെ സോനാക്ഷി സിൻഹേനത് ഡബിൾ റോൾ ഉണ്ട്. ഡബിൾ റോൾ ഇൻ ദ സെൻസ് അമ്മയായിട്ടും സെയിം ആൾ തന്നെ മകളായിട്ടും വരുന്നുണ്ട്. അപ്പം അവർ 2 പേരും നല്ലതായിരുന്നു. പിന്നെ അദിതി റാവു ഹൈദരി കുഴപ്പമില്ല. ആ ഒരു എന്താ പറയുക ആ ഒരു ബിംബോജാൻ എന്നാണ് പുള്ളിക്കാരുടെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ബ്യൂട്ടിയൊക്കെ കാണിക്കുന്ന ഇടയ്ക്ക് എന്തൊക്കെയൊക്കെയോ മിസ്സിങ് ആയ ഫീലിംഗ് ഒക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ സ്റ്റോറിയുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റോറി വന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം മല്ലിക ജാൻ ഒരു വലിയ എന്താ പറയുക നന്മമരമൊന്നുമല്ല, പക്ഷെ ഒരു പക്ക ഒരു പ്രൊട്ടാഗണിസ്റ്റ് ക്യാരക്ടർ. പുള്ളിക്കാരത്തേക്ക് ഒരു ആർച്ച് എനിമി വരുന്നു. നമ്മൾ വിചാരിക്കും അവർ തമ്മിലുള്ള ഒരു ഫൈറ്റായിരിക്കും ഈ സീരീസ് എന്ന്. പക്ഷെ ലാസ്റ്റ് വന്ന് ഈ ദേശഭക്തിയും ഫ്രീഡവും എല്ലാം വന്നിട്ട് അങ്ങ് ക്രിഞ്ചടിപ്പിച്ച് വേറെ ലെവലിലേക്ക് ലാസ്റ്റ് എപ്പിസോഡ് വരുമ്പം ഈ പുള്ളിക്കാരുടെ ആർച്ച് എനിമി അത് ചെയ്തിരിക്കുന്നത് സോനാക്ഷി സിൻഹ, ഫരീദ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഇവരും മല്ലിക ജാനും ലാസ്റ്റ് കൈ കൊടുക്കും. എന്നിട്ടൊരു ക്രിഞ്ച് സാധനം. ഇതാണ് ഈ സീരീസിന് എൻഡിങ്. ലാസ്റ്റൊക്കെ ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയപ്പോൾ ഞാൻ ഓടിച്ചുവിടുമായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ്, ഒരു ഫിലിം മേക്കറാണ് സഞ്ജയ് ലീല ബൻസാലി. അപ്പം കുഴപ്പമില്ല, എല്ലാവരും ഹീരാമണ്ടി നെറ്റ്ഫ്ലിക്സിൽ ഉറപ്പായിട്ടും പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായം ഈ ലാപ്പത്ത ലേഡീസ് ആൻഡ് ഹീരാമണ്ടിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. So thank you for watching. Make sure that subscribe to my YouTube channel and click the notification bell. Bye.